കോട്ടയം കുറുമ്പന്തറയിൽ വീട്ടുകാരില്ലാത്ത സമയത്ത് വീടിന്റെ വാതിൽ പാളി തകർത്ത് 20 പവൻ സ്വർണം കവർന്നു. കുറുമ്പന്തറ പുളിന്തറ വളവിന് സമീപം ആനിത്തോട്ടത്തിൽ സേവ്യറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. ദൃശ്യങ്ങൾ കാണാം. ഒരാഴ്ചയായി സേവ്യറും ഭാര്യ ലീലാമ്മയും തറവാട്ടിൽ പിതാവിന്റെ കൂടെയായിരുന്നു താമസം. ശനിയാഴ്ച രാവിലെ 8:30 വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പാളി കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചത്. വീടിനുള്ളിൽ കിടന്ന മോഷ്ടാവ് മുറികളിലെ അലമാരയിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റും വലിച്ചു വാരി വിതറി. സ്വർണം വെച്ചിരുന്ന അലമാരയുടെ താക്കോൽ വീടിനുള്ളിൽ തന്നെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. മോഷ്ടാവ് ഈ താക്കോൽ ഉപയോഗിച്ചാണ് അലമാര തുറന്നത്. 20 പവനോളം സ്വർണമാണ് മോഷണം പോയതെന്ന് സേവ്യർ പറയുകയുണ്ടായി. കുളിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് വാതിൽ തുറന്നു അകത്ത് കയറി കഴിഞ്ഞപ്പം ഒരു കഷ്ണം ഡോറിൻ്റെ അടന്ന് വീഴുന്ന ഒരു ശബ്ദം കേട്ടു. അന്നേരം നോക്കിയപ്പോഴാണ് ഇതിങ്ങനെ ഡോറ് തുറന്ന് പാളി. നിങ്ങളോട് ഇല്ല എന്നല്ലേ? ഞങ്ങളപ്പുറത്ത് തൊട്ടപ്പുറത്ത് തറവാട്. എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നപ്പോൾ? അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ ഫാദർ മാത്രമേ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ താമസിക്കുകയാണ്. ഇപ്പം 10 ദിവസമേ ആളെ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് തിരിച്ച് വരേണ്ടതാണ്. പിള്ളേർ വരുമ്പോൾ ഇന്ന് പിള്ളേർ വന്നു. നമുക്ക് എന്താ നഷ്ടപ്പെട്ട? ഇപ്പം സ്വർണ്ണം പോയിരിക്കുന്നു. എത്ര പവന പോയാൽ? 10 പവൻ പോയിട്ടുണ്ട്. വീടിന്റെ പുറകുവശത്തുള്ള വാതിൽ തുറന്നാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത്. കടുത്തുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കോട്ടയത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ SHO റനീഷ് ഇല്ലിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് അന്വേഷണം നടത്തുന്നത്.